ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. നല്ല തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് കാടക്കോഴി ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കാം. കാടക്കോഴി ഉപയോഗിച്ച് റാവുത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് 200 ml കടലെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 400 ഗ്രാം സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴണ്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണയിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വളരെ കുറവായിട്ടാണ് ആവശ്യമെങ്കിൽ 4 പച്ചമുളക് ചേർത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ രണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 പേസ്റ്റും ഒരുമിച്ച് അരച്ച് ചേർത്ത് വഴറ്റിയെടുത്താലും മതിയാകും. ഞാൻ വെവ്വേറെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് പുതിനയില ചെറുതായി അരിഞ്ഞത് 1 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് 1.5 പിടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ മസാല എല്ലാം നല്ലവണ്ണം വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാലപ്പൊടിയും 400 ഗ്രാം തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഫുൾ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ തക്കാളി നന്നായി വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ കഴുകി വെച്ചിരുന്ന 3/4 കിലോ കാട ഇറച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ 1 ടീസ്പൂൺ നിറച്ചും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ നേരത്തെ ഇറച്ചി മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മസാല ഒന്ന് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുത്തത്. അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാലക്കൂട്ടിലോട്ട് ബിരിയാണി തയ്യാറാക്കാനുള്ള വെള്ളം ചേർക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പിലാണ് 1 കപ്പ് അരി അളന്നെടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത്. 1 കിലോ അരി ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് അല്പം കുറവായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ചോറ് റെഡിയായി വരുമ്പോൾ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആവുകയുള്ളൂ. അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് 1 നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് മിസ്സായതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. നേരത്തെ തന്നെ കഴുകി 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളം വാർത്ത് വെച്ച ജീരകശാല അരി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അടപ്പൊന്ന് തുറന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റി വന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം
ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് റൈസ് 60% കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് അടച്ചു വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ഞാൻ ഒരു ഇരുമ്പ് ദോശക്കല്ല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ദോശക്കല്ലിൻ്റെ മുകളിലോട്ട് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ വെച്ച ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തത്. ഇതിപ്പോൾ 70% റൈസ് കുക്കായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സാവധാനം വേണം ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും. എന്നാൽ ഈ ചെമ്പിൽ അടിയിലുള്ള റൈസ് വരെ ഒന്ന് മറിച്ചെടുക്കുകയും വേണം. സാവധാനം ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയില അരിഞ്ഞത് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് മുകളിലൊന്ന് കവർ ചെയ്തതിന് ശേഷം ദമ്മിലിടാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ദം ചെയ്യുകയാണ്. പോട്ട് അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. പിന്നീട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും 15 മിനിറ്റ് ദോശക്കല്ലിന് മുകളിൽ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ അരമണിക്കൂർ സമയമാണ് നമുക്ക് ഈ ബിരിയാണി ദം ചെയ്തിട്ട് എടുക്കേണ്ടത്. ഞാനിതിപ്പോൾ 3/4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ദമ്മ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബിരിയാണി. റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, എന്നാൽ പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ബ്രോയിലർ ചിക്കൻ യൂസ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാടക്കോഴി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. മാത്രമല്ല നാടൻ കോഴി ബിരിയാണിയുടെ ഏകദേശം ടേസ്റ്റും കിട്ടുന്നുണ്ട് കാടക്കോഴി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഇതുവരെ ഇതുപോലെ കാടക്കോഴി ഉപയോഗിച്ചിട്ട് റാവുത്തർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് കരുതിയവർ ഇതുപോലെ കാടക്കോഴി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ബിരിയാണിക്കൊപ്പം കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ 65ഉം തൈരും ഉള്ളിയും കൂടെ സാലഡും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കാട ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.